പ്രിയമുള്ളവരെ, കാവ്യം 50 ലക്കങ്ങൾ ഇതോടുകൂടി പൂർത്തിയാകുകയാണ്. ഈ പ്രവർത്തനത്തിന് നിസ്സീമമായ സഹകരണം നൽകിയിട്ടുള്ള സ്നേഹവായ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് 50ാമത്തെ കവിതയിലേക്ക് കടക്കുകയാണ്. സച്ചിദാനന്ദൻ മാഷ് എഴുതിയിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്ന കവിതയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ കവിതയിലേക്ക് മുഴുവൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. കവിത രോഗങ്ങൾ. അഭ്യാസ ചികിത്സ. ഒരു കാൽ മടക്കി വയ്ക്കുക, മറ്റേ കാൽ മെല്ലെ ഉയർത്തുക. ഉയർത്തുന്നതിനനുസരിച്ച് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കാണാം. പതുക്കെ മലർന്നു കിടക്കുക, 2 കൈയും ഒന്നിച്ചുയർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക, അപ്പോൾ രാത്രി മെല്ലെ പടരുന്നത് കാണാം. ഒരു കാൽ മടക്കി വയ്ക്കുക, മറ്റേ കാൽ മെല്ലെ ഉയർത്തുക. ഉയർത്തുന്നതിനനുസരിച്ച് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കാണാം. പതുക്കെ മലർന്നു കിടക്കുക, 2 കൈയും ഒന്നിച്ചുയർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക, അപ്പോൾ രാത്രി മെല്ലെ പടരുന്നത് കാണാം. വലത്തുകാലിന് സമാന്തരമായി ഇടത്തുകാൽ വെച്ച് വശം ചെരിഞ്ഞു കിടക്കുക. ഭൂമിയുടെ മറുപുറം കാണാം. വലത്തുകാലിന് സമാന്തരമായി ഇടത്തുകാൽ വെച്ച് വശം ചെരിഞ്ഞു കിടക്കുക. ഭൂമിയുടെ മറുപുറം കാണാം. ഇനി ശിരസ്സുയർത്തി കമിഴ്ന്നു കിടക്കുക. മഹാബലി മറഞ്ഞുപോയ അധോലോകം കാണാം. ഇനി ശിരസ്സുയർത്തി കമിഴ്ന്നു കിടക്കുക. മഹാബലി മറഞ്ഞുപോയ അധോലോകം കാണാം. പിന്നെ കാൽമുട്ടുകൾ രണ്ടും മടക്കി നടുവ് നിവർത്തിക്കിടക്കുക. ചക്രവാളത്തിൽ പുതിയ ഒരു ഗ്രഹം ഉയരുന്നത് കാണാം. പിന്നെ കാൽമുട്ടുകൾ രണ്ടും മടക്കി നടുവ് ഉയർത്തിക്കിടക്കുക. ചക്രവാളത്തിൽ പുതിയ ഒരു ഗ്രഹം ഉയരുന്നത് കാണാം. പിന്നെ ഒന്നും കാണാതാവുന്നതുവരെ കണ്ണടച്ച് ഒരു പുതിയ ലോകം സങ്കല്പിക്കുക. പിന്നെ ഒന്നും കാണാതാവുന്നതുവരെ കണ്ണടച്ച് ഒരു പുതിയ ലോകം സങ്കല്പിക്കുക. വാർദ്ധക്യം. എൻ്റെ ശിരസ് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ കറുപ്പിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഒരു വെളുത്ത മേഘം എൻ്റെ മനസ്സ് ആകാശമാണെന്ന് കരുതി വന്നിറങ്ങിയതിനാലാണ്. എൻ്റെ ശിരസ് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ കറുപ്പിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഒരു വെളുത്ത മേഘം എൻ്റെ മനസ്സ് ആകാശമാണെന്ന് കരുതി വന്നിറങ്ങിയതിനാലാണ്. എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ മഴയുടെ തണുപ്പ് കൊണ്ടല്ല. കാലം ജീവിതത്തിൻ്റെ എഴുതി നിറഞ്ഞ താളുകൾ വേഗം മറിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ മഴയുടെ തണുപ്പ് കൊണ്ടല്ല. കാലം ജീവിതത്തിൻ്റെ എഴുതി നിറഞ്ഞ താളുകൾ വേഗം മറിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ശബ്ദം പതറുന്നത് നിങ്ങൾ കരുതും പോലെ ദുഃഖം കൊണ്ടല്ല. വിശ്വാസങ്ങൾ സംശയങ്ങളായി തൊണ്ടയിൽ കുരുങ്ങുന്നത് കൊണ്ടാണ്. എൻ്റെ ശബ്ദം പതറുന്നത് നിങ്ങൾ കരുതും പോലെ ദുഃഖം കൊണ്ടല്ല. വിശ്വാസങ്ങൾ സംശയങ്ങളായി തൊണ്ടയിൽ കുരുങ്ങുന്നത് കൊണ്ടാണ്. എൻ്റെ ചുമൽ മരവിച്ചു പോയത്
നിങ്ങൾ കരുതും പോലെ വലിയ വാക്കുകൾ പൊക്കിയതുകൊണ്ടല്ല. പാറ്റയെ കൊല്ലാനോ മാവ് വെട്ടാനോ കൈ ഉയർത്താൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. എൻ്റെ ചുമൽ മരവിച്ചു പോയത് നിങ്ങൾ കരുതും പോലെ വലിയ വാക്കുകൾ പൊക്കിയതുകൊണ്ടല്ല. പാറ്റയെ കൊല്ലാനോ മാവ് വെട്ടാനോ കൈ ഉയർത്താൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. എൻ്റെ കാൽ തണുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ പല ഭൂഖണ്ഡങ്ങളിൽ നടന്നതുകൊണ്ടല്ല. എൻ്റെ ഉള്ളിലെ മണ്ണിൽ നിന്ന് ഒരു ഹിമാലയം വളരുന്നത് കൊണ്ടാണ്. എൻ്റെ കാൽ തണുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ പല ഭൂഖണ്ഡങ്ങളിൽ നടന്നതുകൊണ്ടല്ല. എൻ്റെ ഉള്ളിലെ മണ്ണിൽ നിന്ന് ഒരു ഹിമാലയം വളരുന്നത് കൊണ്ടാണ്. മരുന്നുകൾ. ജീവിതം ഒരു രോഗമോ മരുന്നോ എന്ന് ഇപ്പോഴും എനിക്ക് തീർച്ച പോരാ. രോഗമാണെങ്കിൽ അതിന് എന്തു മരുന്ന് വേണമെന്നും മരുന്നാണെങ്കിൽ രോഗത്തിന് എന്തു പേരിടും എന്നും. ജീവിതം ഒരു രോഗമാണോ മരുന്നോ എന്ന് ഇപ്പോഴും എനിക്ക് തീർച്ച പോരാ. രോഗമാണെങ്കിൽ അതിനെന്തു മരുന്ന് വേണമെന്നും മരുന്നാണെങ്കിൽ രോഗത്തിന് എന്തു പേരിടും എന്നും. ആ ചുവന്ന ഗുളിക അസമത്വം മാറ്റും എന്നതിന് യാതൊരു തെളിവുമില്ല. ആ കാവി ഗുളിക ദേശസ്നേഹം വർദ്ധിപ്പിക്കും എന്നതിനും. രാവിലെ കഴിക്കുന്ന നീല ഗുളിക വാക്കിന് കടൽ പോലെ ആഴം കൂട്ടുമോ? ഉച്ചക്ക് കഴിക്കുന്ന വെള്ള ഗുളിക സൂര്യനായി മാറി വെയിൽ കൊണ്ടുവരുമോ? വൈകിട്ട് കഴിക്കുന്ന കറുത്ത ഗുളിക ചൂടുകാലത്ത് മഴ പെയ്യിക്കുമോ? രാത്രി കഴിക്കുന്ന പച്ച ഗുളിക കാടും പുഴയും സംരക്ഷിക്കാൻ നന്നോ? ഇരുമ്പ് ഗുളിക കഴിച്ചാൽ ധർമ്മപുത്രർ കണ്ട നരകം കാണാൻ കഴിയുമോ? ഒരു സ്വർണ്ണ ഗുളിക കഴിച്ച് യേശു പോയ സ്വർഗത്തിലേക്ക് ഉയരാൻ കഴിയുമോ? അറിയില്ലെന്ന് പറയാനേ അറിയൂ. ആ ചുവന്ന ഗുളിക അസമത്വം മാറ്റും എന്നതിന് യാതൊരു തെളിവുമില്ല. ആ കാവി ഗുളിക ദേശസ്നേഹം വർദ്ധിപ്പിക്കും എന്നതിനും. രാവിലെ കഴിക്കുന്ന നീല ഗുളിക വാക്കിന് കടൽ പോലെ ആഴം കൂട്ടുമോ? ഉച്ചക്ക് കഴിക്കുന്ന വെള്ള ഗുളിക സൂര്യനായി മാറി വെയിൽ കൊണ്ടുവരുമോ? വൈകിട്ട് കഴിക്കുന്ന കറുത്ത ഗുളിക ചൂടുകാലത്ത് മഴ പെയ്യിക്കുമോ? രാത്രി കഴിക്കുന്ന പച്ച ഗുളിക കാടും പുഴയും സംരക്ഷിക്കാൻ നന്നോ? ഇരുമ്പ് ഗുളിക കഴിച്ചാൽ ധർമ്മപുത്രർ കണ്ട നരകം കാണാൻ കഴിയുമോ? ഒരു സ്വർണ്ണ ഗുളിക കഴിച്ച് യേശു പോയ സ്വർഗത്തിലേക്ക് ഉയരാൻ കഴിയുമോ? അറിയില്ലെന്ന് പറയാനേ അറിയൂ. ഗുളികയാക്കി തന്നാൽ എന്തും പഠിക്കാം എന്ന് ശിഷ്യർ. ചരിത്രം മുതൽ തത്വചിന്ത വരെ. ഗുളികയാക്കി തന്നാൽ എന്തും പഠിക്കാം എന്ന് ശിഷ്യർ. ചരിത്രം മുതൽ തത്വചിന്ത വരെ. എല്ലാവർക്കും A+ കിട്ടുന്ന ആ നല്ല കാലം വരേണമേ. എല്ലാവർക്കും A+ കിട്ടുന്ന ആ നല്ല കാലം വരേണമേ. അളവുകൾ. നാഡീമിടിപ്പ് കൃത്യം, രക്തസമ്മർദ്ദം കൃത്യം, ഹൃദയസ്പന്ദനം കൃത്യം. പക്ഷേ എൻ്റെ തലച്ചോറിന് എന്തു പറ്റി ഡോക്ടർ? കഴിഞ്ഞ ജന്മത്തിലെ അനുഭവങ്ങൾ വരെ ഓർമ്മിച്ചിരുന്ന അതിന് ഇന്നലെ വായിച്ച നോവലിലെ കഥാപാത്രത്തെ പോലും ഓർക്കാൻ കഴിയുന്നില്ല. വാക്കുകൾ മാത്രമല്ല, മൗനവും മറന്നുപോകുന്നു. സംഗീതം മാത്രമല്ല, സ്വരങ്ങളും മറന്നുപോകുന്നു. ചിത്രം മാത്രമല്ല, നിറങ്ങളും മറന്നുപോകുന്നു. കുത്തും കോമയുമിടാൻ മറന്നുപോകുന്നതിനാൽ വാചകങ്ങൾ അവസാനിക്കാതെ നീണ്ടുപോകുന്നു. അതെപ്പോഴും കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൂച്ചകൾ മരിച്ചാലും കരയുമോ?
ഈ ലോകത്തിനപ്പുറം മറ്റു ലോകങ്ങളുണ്ടോ? പ്രപഞ്ചം ആരാണ് കണ്ടുപിടിച്ചത്? ദൈവത്തിൻ്റെ ഭാഷ സംസ്കൃതമോ ഹീബ്രുവോ? നാഡീമിടിപ്പ് കൃത്യം, രക്തസമ്മർദ്ദം കൃത്യം, ഹൃദയസ്പന്ദം കൃത്യം. പക്ഷേ എൻ്റെ തലച്ചോറിനെന്തു പറ്റി ഡോക്ടർ? കഴിഞ്ഞ ജന്മത്തിലെ അനുഭവങ്ങൾ വരെ ഓർമ്മിച്ചിരുന്ന അതിന് ഇന്നലെ വായിച്ച നോവലിലെ കഥാപാത്രത്തെ പോലും ഓർക്കാൻ കഴിയുന്നില്ല. വാക്കുകൾ മാത്രമല്ല, മൗനവും മറന്നുപോകുന്നു. സംഗീതം മാത്രമല്ല, സ്വരങ്ങളും മറന്നുപോകുന്നു. ചിത്രം മാത്രമല്ല, നിറങ്ങളും മറന്നുപോകുന്നു. കുത്തും കോമയുമിടാൻ മറന്നുപോകുന്നതിനാൽ വാചകങ്ങൾ അവസാനിക്കാതെ നീണ്ടുപോകുന്നു. അതെപ്പോഴും കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൂച്ചകൾ മരിച്ചാലും കരയുമോ? ഈ ലോകത്തിനപ്പുറം മറ്റു ലോകങ്ങളുണ്ടോ? പ്രപഞ്ചം ആരാണ് കണ്ടുപിടിച്ചത്? ദൈവത്തിൻ്റെ ഭാഷ സംസ്കൃതമോ ഹീബ്രുവോ? എല്ലാ ചിന്താക്കുഴപ്പവും എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഒരു തോന്നൽ. അതെല്ലാം ഏറെ താമസിയാതെ അവസാനിക്കുമോ മനുഷ്യവംശത്തോടൊപ്പം? എല്ലാ ചിന്താക്കുഴപ്പവും എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഒരു തോന്നൽ. അതെല്ലാം ഏറെ താമസിയാതെ അവസാനിക്കുമോ മനുഷ്യവംശത്തോടൊപ്പം? അതെല്ലാം ഏറെ താമസിയാതെ അവസാനിക്കുമോ മനുഷ്യവംശത്തോടൊപ്പം? പ്രിയമുള്ളവരെ, കവിത രോഗങ്ങൾ സച്ചിദാനന്ദ മാഷ് എഴുതിയ കവിതയാണ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിക്കുന്ന മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.